അമ്മയുടെ ഒരു പ്രത്യേക രാഗമാണ്. ഞങ്ങളെപ്പോഴും പറയും അമ്മയുടെ കൂടെ നടന്ന് ഞങ്ങളിങ്ങനെ അമ്മയുടെ പുറകെ നടന്ന് ചിലപ്പോൾ ഞങ്ങളും പാടും കൊച്ചിലെ. സാഹിത്യരംഗത്ത് അമ്മയ്ക്ക് ഇത്രയും പേരും പ്രശസ്തിയൊക്കെ നേടാൻ അമ്മയെ ഏറ്റവും സഹായിച്ചിട്ടുള്ളത് ഞങ്ങളുടെ അച്ഛനാണ്. അച്ഛന് യാതൊരുവിധ നിർബന്ധങ്ങളുമില്ല, യാതൊരു എല്ലാത്തിലും അച്ഛൻ വിട്ടുവീഴ്ച ചെയ്യുമായിരുന്നു. അമ്മയെ എല്ലാ തരത്തിലും അച്ഛൻ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. എപ്പോഴായാലും എന്ത് വേണമെങ്കിലും എവിടെ പോകണമെങ്കിലും എഴുതുന്നതിനൊക്കെ അച്ഛൻ പറയും, രാത്രിയിലൊക്കെ ഇരുന്ന് പറയും, നിങ്ങളിരുന്ന് എഴുതിയാൽ മതി, ആഹാരമൊന്നും അതൊക്കെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളാം, ഇന്ന നിർബന്ധങ്ങളൊന്നുമില്ല അച്ഛന്, ഊണ് കഴിക്കാൻ അത് വേണം ഇത് വേണമെന്നൊന്നുമില്ല. അങ്ങനെയൊക്കെ അച്ഛൻ നിർബന്ധിച്ചിരുന്നെങ്കിൽ അമ്മയ്ക്ക് ഇതുപോലെ ഒരു എഴുത്തുകാരിയാവാൻ സാധിക്കില്ലായിരുന്നു. ഞങ്ങൾ കൊച്ചു കുട്ടികളായിരുന്നപ്പോഴും ഞങ്ങളുടെ കുട്ടികളുടെ ചുമതലയും കൂടെ അച്ഛനെ എടുക്കാറുണ്ട്. ചിലപ്പം വീക്കിലികളിൽ നിന്നെല്ലാം ഈ ഓണപ്പതിപ്പിലേക്കൊക്കെ കഥ ആവശ്യപ്പെട്ടുകൊണ്ട് വരും. ഒരാഴ്ചയ്ക്ക് അയച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ അമ്മയ്ക്ക് സമയമില്ലാതെ വരികയാണെങ്കിൽ അച്ഛൻ പറയും, ശരി ഞാൻ നോക്കിക്കോളാം, അടുക്കളക്കാരും വേണം ഞാൻ നോക്കിക്കോളാം, കുട്ടികളെ ഞാൻ നോക്കിക്കോളാം, എഴുതിക്കോളൂ. അത്ര പോലും പറയുന്ന ഒരു വളരെ സ്നേഹസമ്പന്നനായ ഒരു അച്ഛനായിരുന്നു ഞങ്ങൾക്കുള്ളത്. അച്ഛനെ പോലെ ഒരു അച്ഛനില്ലായിരുന്നെങ്കിൽ അമ്മയ്ക്ക് ഈ നിലയിൽ പേരെടുക്കാൻ പറ്റില്ലായിരുന്നു. അമ്മയുടെ എഴുത്ത് വളരെ രസമാണ് വായിക്കാൻ. ഒരു കഥ വായിക്കും പോലെ രസമാണ്. ഞങ്ങളെ സംബോധന ചെയ്യുന്നത് പേരെടുത്ത് ഒരിക്കലും പറയില്ല. എൻ്റെ മകളെ, പ്രിയപ്പെട്ട മകളെ, ഇങ്ങനെയൊക്കെയാണ് സംബോധന ചെയ്യുക. അമ്മയുടെ ആ എഴുത്തൊക്കെ വായിച്ചാൽ ഇന്ന് എനിക്ക് തോന്നാറുണ്ട് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത്, അല്ലാതെ ചുമ്മാ ഉപദേശമൊന്നുമല്ല. എങ്ങനെ വേണം, ഇന്നതുപോലെ ചെയ്താൽ നല്ലത്, അങ്ങനെ പറയും. ഒരു ദിവസം അമ്മ എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, നോക്ക് നിനക്കൊരു സമ്മാനമുണ്ട്, നീ ഇടയ്ക്കിടയ്ക്ക് പറയാറില്ലേ ഒരു അനിയനെ വേണമെന്ന്, ഇതാ എൻ്റെ വയറ്റിൽ തൊട്ട് നോക്ക്, ഇവിടെ നിനക്ക് ഒരു അനിയനുണ്ടെന്ന്. അപ്പോൾ അനിയനെന്ന് തന്നെ അമ്മ അങ്ങ് തറപ്പിച്ച് പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ അമ്മയുടെ ആഗ്രഹം കൊണ്ടായിരിക്കും. ഞങ്ങൾ 4 പെണ്ണുങ്ങൾ കഴിഞ്ഞു. അപ്പോൾ ഇനി ഒരു പെണ്ണിനെയും കൂടെ ഒരു പക്ഷേ മനസ്സിൽ ഉദ്ദേശിക്കാതെ ഒരു അനിയനെന്നാണ് അമ്മ പറഞ്ഞത്. അതുപോലെ തന്നെ ഒരു അനിയനുണ്ടാകുകയും ചെയ്തു. അമ്മയുടെ പ്രശസ്തി ഞാൻ അറിയുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ, ഞാൻ രാമപുരത്ത് സ്കൂളിൽ പഠിച്ചിട്ട് 8ാം ക്ലാസ്സിൽ എന്നെ എറണാകുളത്ത് എൻ്റെ അമ്മാവൻ പഠിക്കാൻ കൊണ്ടുപോയി. അവിടെ ഗേൾസ് സ്കൂളിൽ 8ൽ കൊണ്ട് ചേർക്കുന്നു. അന്ന് അവിടെ പാർവതി അയ്യപ്പനാണ് ഹെഡ് മിസ്ട്രസ്. അപ്പോൾ അവരുടെ അവിടെ ചെന്ന് അമ്മാവൻ എല്ലാം ശരിയാക്കി, അഡ്മിഷനൊക്കെ ശരിയാക്കിയിട്ട് ഒരു അറ്റൻഡറെ വിളിച്ച് പറഞ്ഞു, ഹെഡ് മിസ്ട്രസ് പറഞ്ഞു, അവരെ കൊണ്ട് ഇന്ന ക്ലാസ്സിൽ കൊണ്ടിരുത്തു ഈ കുട്ടിയെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവിടെ ചെന്ന് ഒരു ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു മലയാളം മാഷിരുന്ന് ക്ലാസ് നടക്കുകയാണ്. ഒരു മാധവക്കുറുപ്പെന്ന് മറ്റാണ് പേര് അദ്ദേഹത്തിൻ്റെ, തൃപ്പൂണിത്തുറക്കാരൻ അദ്ദേഹം. അപ്പോൾ ഞാനങ്ങനെ പതുങ്ങി മടിച്ച് അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ അദ്ദേഹം ചോദിച്ചു എന്നോട്, എന്താ പേര്? ഒരു തമാശക്കാരനാണ് അദ്ദേഹം. എന്താ പേര്? ഞാൻ പറഞ്ഞു ലളിതകുമാരി എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ എൻ്റെ സ്കൂളിലെ പേര് ലളിതകുമാരി എന്നാണ്, മണിയെന്ന് വീട്ടിൽ വിളിക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹം ഒരാംഗ്യമൊക്കെ കാണിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ലളിതകുമാരിയോ, എന്നാൽ ഞാനങ്ങ് ലളിതാംബികാന്തർജനം എന്ന് തന്നെ അങ്ങ് വിളിച്ചേക്കാം. അത് പെട്ടെന്ന് അദ്ദേഹം അങ്ങനെ പറഞ്ഞു. അപ്പോൾ എടുത്ത വാക്കിന് ഞാൻ പറഞ്ഞു, ഞാൻ ലളിതാംബികാന്തർജനത്തിൻ്റെ മകളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഭയങ്കര ഒരു അത്ഭുത ഭാവത്തിൽ, ലളിതാംബികാന്തർജനത്തിൻ്റെ മകളോ എൻ്റെ ക്ലാസ്സിൽ വന്നിരിക്കുന്നത്? എന്നാൽ ഒരു കാര്യം ചെയ്തോളൂ, ഇവിടെ മന്ത്രിയുടെ മകളുണ്ട്, ജഡ്ജിയുടെ മകളുണ്ട്, ആരുടെയെങ്കിലും അടുത്ത് ചെന്നിരുന്നോളൂ. ഞാനേ അത്ഭുതപ്പെട്ടു പോയി. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഇത്രയും പ്രശസ്തിയോ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുവരെ ഞങ്ങൾക്ക് മക്കൾക്കാർക്കും അമ്മയുടെ പ്രശസ്തിയൊന്നും അറിഞ്ഞൂടാ.